അമേരിക്കയിൽ സ്ഥിരതാമസത്തിന് വഴിയൊരുക്കുന്ന ഗ്രീൻ കാർഡ് ലോട്ടറി എന്നറിയപ്പെടുന്ന ഡൈവേഴ്സിറ്റി വിസ ലോട്ടറി പ്രോഗ്രാം താൽക്കാലികമായി റദ്ദാക്കിയിരിക്കുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അടുത്തിടെ റോഡ് ഐലൻഡിലെ ബ്രൗൺ യൂണിവേഴ്സിറ്റിയിലും മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ പ്രൊഫസർക്കും നേരെയുണ്ടായ ദാരുണ വെടിവെപ്പിനെ തുടർന്നാണ് ട്രംപിന്റെ ഈ തീരുമാനം. രണ്ട് സംഭവങ്ങളിലും ഉൾപ്പെട്ട പ്രതി ഡൈവേഴ്സിറ്റി വിസ ലോട്ടറി പ്രോഗ്രാമിലൂടെയാണ് യുഎസിൽ എത്തിയെന്ന കണ്ടെത്തലാണ് യുഎസ് ഭരണകൂടത്തിന്റെ കടുത്ത തീരുമാനത്തിന് പിന്നിൽ. ഡൈവേഴ്സിറ്റി വിസ ലോട്ടറി പ്രോഗ്രാം നിർത്തിവെക്കാൻ യുഎസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസിന് നിർദ്ദേശം നൽകിയതായി ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റി നോം അറിയിച്ചു. ക്രിസ്റ്റി നോം എക്സിൽ പങ്കുവച്ച പോസ്റ്റ് ഇങ്ങനെയാണ്: ബ്രൗൺ യൂണിവേഴ്സിറ്റിയിലുണ്ടായ വെടിവെപ്പിൽ പ്രതിയായ ക്ലോഡിയോ മാനുവൽ നെവസ് വാലന്റെ 2017 ഡൈവേഴ്സിറ്റി ലോട്ടറി ഇമിഗ്രന്റ് വിസ പ്രോഗ്രാം വഴി അമേരിക്കയിൽ പ്രവേശിച്ച് ഗ്രീൻ കാർഡ് നേടി. ഈ ക്രൂരനായ വ്യക്തിയെ നമ്മുടെ രാജ്യത്ത് ഒരിക്കലും അനുവദിക്കാൻ പാടില്ലായിരുന്നു. പ്രസിഡന്റ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരം ഈ വിനാശകരമായ പ്രോഗ്രാം കൂടുതൽ അമേരിക്കക്കാർക്ക് ദോഷകരമാകുന്നില്ലെന്ന് ഉറപ്പാക്കാൻ താൽക്കാലികമായി നിർത്തിവെക്കാൻ യുഎസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസിനോട് ഉടൻ നിർദ്ദേശിക്കുന്നു, ക്രിസ്റ്റി നോം അറിയിച്ചു. 2017 ഇതേ പ്രോഗ്രാമിലൂടെ പ്രവേശിച്ച IS ഭീകരൻ ന്യൂയോർക്ക് സിറ്റിയിൽ 8 പേരെ ട്രക്കിടിച്ച് കയറ്റി കൊലപ്പെടുത്തിയതിനെ തുടർന്ന് അന്ന് ട്രംപ് പ്രോഗ്രാമിനെതിരെ രംഗത്തെത്തിയ കാര്യവും ക്രിസ്റ്റി നോം പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടി. ട്രംപിന്റെ പഴയ പോസ്റ്റ് എക്സിൽ പങ്കുവച്ച ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി ട്രംപ് പറഞ്ഞത് വീണ്ടും ശരിയാണെന്നും കുറിച്ചു. എന്താണ് ഡൈവേഴ്സിറ്റി വിസ ലോട്ടറി പ്രോഗ്രാം എന്ന് നോക്കാം. യുഎസിലേക്ക് കുടിയേറ്റം കുറഞ്ഞ രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് യുഎസിൽ സ്ഥിരതാമസത്തിനുള്ള വഴി തുറക്കുന്ന പദ്ധതിയാണ് ഗ്രീൻ കാർഡ് ലോട്ടറി എന്നറിയപ്പെടുന്ന ഡൈവേഴ്സിറ്റി വിസ ലോട്ടറി പ്രോഗ്രാം. യുഎസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ് മേൽനോട്ടം വഹിക്കുന്ന ഈ പദ്ധതിയിലൂടെ ഓരോ വർഷവും 50,000 പേർക്കാണ് ഗ്രീൻ കാർഡ് അല്ലെങ്കിൽ സ്ഥിരതാമസ രേഖ നൽകുന്നത്. വിസ ലഭിക്കുന്നതിന് ഫീസ് ഉണ്ടെങ്കിലും രജിസ്ട്രേഷൻ സൗജന്യമാണ് എന്നതാണ് ഡൈവേഴ്സിറ്റി വിസ ലോട്ടറി പ്രോഗ്രാമിന്റെ പ്രത്യേകത. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 50,000-ലധികം ആളുകൾ ഒരു രാജ്യത്ത് നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയിട്ടുണ്ടെങ്കിൽ ആ രാജ്യത്തെ പദ്ധതിയിലേക്ക് പരിഗണിക്കില്ല. കമ്പ്യൂട്ടർ അധിഷ്ഠിത നറുക്കെടുപ്പിലൂടെയാണ് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നത്. ഒരു വർഷം ഒരു രാജ്യത്തിന് പരമാവധി 7% വിസ മാത്രമാണ് ലഭിക്കുക. പ്രധാനമായും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ഡൈവേഴ്സിറ്റി വിസ ലോട്ടറി പ്രോഗ്രാമിന്റെ ഗുണഭോക്താക്കൾ. ബംഗ്ലാദേശ്, ബ്രസീൽ, കാനഡ, ചൈന, കൊളംബിയ, ക്യൂബ, ഡൊമിനിക്കൻ റിപ്പബ്ലിക്, എൽ സാൽവഡോർ, ഹൈത്തി, ഹോണ്ടുറാസ്, ഇന്ത്യ, ജമൈക്ക, മെക്സിക്കോ, നൈജീരിയ, പാകിസ്ഥാൻ, ഫിലിപ്പീൻസ്, ദക്ഷിണ കൊറിയ, വെനസ്വേല, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഉള്ളവരെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. 2025 നറുക്കെടുപ്പിലേക്ക് 20 ദശലക്ഷം പേർ അപേക്ഷിച്ചിരുന്നു എന്നാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസിന്റെ റിപ്പോർട്ട്. ഇതിൽ കുടുംബാംഗങ്ങളടക്കം 1,31,000-ലധികം പേരെ മാത്രമാണ് തെരഞ്ഞെടുത്തതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അന്ന് 38 പോർച്ചുഗീസ് പൗരന്മാരാണ് പദ്ധതിയിൽ ഉൾപ്പെട്ടത്. അതേസമയം യുഎസ് കോൺഗ്രസ് രൂപം നൽകിയ പദ്ധതിയായതിനാൽ ട്രംപിന്റെ തീരുമാനം നിയമ നടപടികൾ നേരിട്ടേക്കാം. ഡൈവേഴ്സിറ്റി വിസ ലോട്ടറി പ്രോഗ്രാമിൽ ഭരണകൂടം ചില മാറ്റങ്ങൾ വരുത്തുന്നുവെന്ന റിപ്പോർട്ട് കഴിഞ്ഞ മാസങ്ങളിൽ പുറത്തു വന്നിരുന്നു. എന്താണ് ബ്രൗൺ യൂണിവേഴ്സിറ്റിയിലും മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ പ്രൊഫസർക്ക് നേരെയുണ്ടായ അക്രമം എന്ന് നോക്കാം. റോഡ് ഐലൻഡിലെ ബ്രൗൺ യൂണിവേഴ്സിറ്റിയിലാണ് ആദ്യ സംഭവം നടന്നത്. ഡിസംബർ 13 ബ്രൗൺ യൂണിവേഴ്സിറ്റിയുടെ ബാരസ് ആൻഡ് ഹോളി എഞ്ചിനീയറിംഗ് കെട്ടിടത്തിലെ ക്ലാസ് മുറിയിലുണ്ടായ വെടിവെപ്പിൽ 2 വിദ്യാർത്ഥികൾ കൊല്ലപ്പെടുകയും 9 പേർക്ക് പരിക്കേൽക്കുകയുമായിരുന്നു. കെട്ടിടത്തിലെ നിരീക്ഷണ ക്യാമറകൾ ഇല്ലാത്ത ഭാഗത്തുകൂടി പ്രവേശിച്ചാണ് പ്രതി ആക്രമണം നടത്തിയത്. ഇതിനുശേഷം ഇതേ ഭാഗത്തുകൂടി പ്രതി രക്ഷപ്പെടുകയായിരുന്നു. ഈ സംഭവം നടന്ന് 2 ദിവസത്തിന് ശേഷം ഡിസംബർ 15 മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിക്ക് കീഴിലെ പ്ലാസ്മ സയൻസ് ആൻഡ് ഫ്യൂഷൻ സെന്ററിലെ പ്രൊഫസറായ ന്യൂനോ FG ലുറൈറോയ്ക്ക് നേരെ ആക്രമണമുണ്ടായത്. മസാച്യുസെറ്റ്സിലെ ബ്രൂക്ലിനിലുള്ള വീട്ടിൽ വെച്ചാണ് ലുറൈറോ ആക്രമിക്കപ്പെട്ടത്. തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് ഇരു സംഭവങ്ങൾക്ക് പിന്നിലും ഒരാൾ തന്നെയാണെന്ന് കണ്ടെത്തിയത്. പ്രതിയായ 48-കാരൻ ക്ലോഡിയോ മാനുവൽ നെവസ് വാലന്റെ പോർച്ചുഗീസ് പൗരനാണ്. ഇയാൾ ബ്രൗൺ യൂണിവേഴ്സിറ്റിയിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു. ഡിസംബർ 18 ന്യൂ ഹാംഷെയറിലെ സലേവിൽ നടത്തിയ പരിശോധനയിൽ ഇയാളെ സ്വയം വെടിവെച്ച് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അതേസമയം പ്രതി വിദ്യാർത്ഥികളെയും പ്രൊഫസറെയും ലക്ഷ്യം വെച്ചതിന്റെ പിന്നിലെ കാരണം അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കിയിട്ടില്ല.